പോങ്ങനാട് ഗവൺമെൻറ് ഹൈസ്കൂൾ 120 വർഷം പിന്നിടുകയാണ്. 120 വർഷം പിന്നിടുന്ന ഈ വിദ്യാലയത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി പ്രസിദ്ധീകരിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ഡോക്യുമെൻ്ററിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ വിദ്യാലയത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും എല്ലാം പൊതുസമൂഹത്തെ അറിയിക്കലാണ്. ഒട്ടനവധി കുരുന്നു പ്രതിഭകൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകിയ വിദ്യാലയമാണ് പോങ്ങനാട് ഗവൺമെൻറ് സ്കൂൾ. പോങ്ങനാട് സ്കൂളിനെ സംബന്ധിച്ച് LP UP വിഭാഗങ്ങളായി ആരംഭിക്കുകയും അടുത്ത കാലത്ത് ഹൈസ്കൂളായി ഉയർത്തപ്പെടുകയും ചെയ്ത വിദ്യാലയമാണ്. ഇനിയും ഒട്ടനവധി കുരുന്നു പ്രതിഭകൾക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കുവാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കേണ്ട ഈ വിദ്യാലയത്തിന് നമ്മുടെ എല്ലാവരുടെയും കൂട്ടും സംരക്ഷണവും ഉണ്ടാകണം. ഈ ഡോക്യുമെൻ്ററിയിലൂടെ ഉദ്ദേശിക്കുന്നത് വിദ്യാലയത്തിൻ്റെ വൈവിധ്യവൽക്കരണം, വിദ്യാലയത്തിൻ്റെ പ്രത്യേകതകൾ പൊതുസമൂഹത്തെ അറിയിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതിന് ഈ ഡോക്യുമെൻ്ററിക്ക് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പോങ്ങനാട് ഹൈസ്കൂൾ, പഴയ പോങ്ങനാട് UP സ്കൂള് 120 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ ഒരവസരത്തിൽ പോങ്ങനാടിൻ്റെ വിദ്യാഭ്യാസ മേഖലകളിൽ ഏറ്റവും വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ ഒരു വിദ്യാലയം തന്നെയാണ് പോങ്ങനാട് ഗവൺമെൻറ് ഹൈസ്കൂൾ. ആ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുക തന്നെയാണ്. ഈ ഒരവസരത്തിൽ ഒരിക്കലും ആർക്കും മറക്കാനാവാത്ത സംഭാവനകൾ തന്നെയാണ് ഈ വിദ്യാലയ മുത്തശ്ശി നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ഈ ഒരവസരത്തിൽ ഈ ഒരു വിദ്യാലയത്തിലെ എല്ലാ അധ്യാപകരും, മൺമറഞ്ഞു പോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള എല്ലാ പൂർവ്വ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒക്കെ അനുസ്മരിച്ചുകൊണ്ട് ഈ ഒരു വിദ്യാലയത്തിൻ്റെ 120ാമത് വാർഷിക ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പോങ്ങനാട് സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂൾ ഒരു നൂറ്റാണ്ടും 2 പതിറ്റാണ്ടും പിന്നിട്ട് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. നമുക്കറിയാം, ഒരു നൂറ്റാണ്ടിന് മുമ്പ് പോങ്ങനാട് ജംഗ്ഷനിൽ ആശാൻ പള്ളിക്കൂടമായി തുടങ്ങിയ നമ്മുടെ സ്കൂൾ പിന്നീട് 1 മുതൽ 5 വരെയുള്ള LP സ്കൂളായി പരിണമിക്കുകയും നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാർക്കും നാട്ടുമനുഷ്യർക്കും അക്ഷരം തീണ്ടാപ്പാടകലെ നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അക്ഷരത്തെ സ്നേഹിക്കുന്ന, നാടിനെ സ്നേഹിക്കുന്ന സുഹൃതികളായ മനുഷ്യരുടെ ശ്രമഫലമായി 1 മുതൽ 5 വരെയുള്ള LP തലം ആദ്യമായി ആരംഭിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സ്കൂൾ 1 മുതൽ 7 വരെയുള്ള UP സ്കൂളായും അതിനോടൊപ്പം കിളിമാനൂർ സബ് ജില്ലയിലെ BRC ഓഫീസുമായി നമ്മുടെ സ്കൂൾ സുദീർഘമായ സേവനം നടത്തി വരികയാണ്. ഏകദേശം ഒരു 14 വർഷത്തോളമായി നമ്മുടെ സ്കൂൾ HSI പരിണമിക്കുകയായിരുന്നു. നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെയും PTA-യുടെയും നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒക്കെ ശ്രമഫലമായി ഈ നാടിനെയും അക്ഷരത്തെയും ഈ നാടിൻ്റെ സംസ്കാരത്തെയും അംഗീകരിക്കുന്ന, അതിലഭിമാനിക്കുന്ന മനുഷ്യരുടെ അഗൈതവമായ ശ്രമഫലമായി ഇന്ന് കാണുന്ന പോങ്ങനാട് ഗവൺമെൻറ് ഹൈസ്കൂളായി അതിനെ രൂപപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞു. ആ അക്ഷരസ്നേഹികൾക്ക് മുന്നിൽ, ആ മനുഷ്യസ്നേഹികൾക്ക് മുന്നിൽ, ആ നാട്ടിനെ സ്നേഹിക്കുന്ന അവർക്ക് മുന്നിൽ ഈ തലമുറയുടെ പ്രണാമം ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഈ അധ്യയന വർഷം, അതായത് 120ാം വാർഷിക ആഘോഷം നടത്തുന്ന ഈ അധ്യയന വർഷം സംസ്ഥാന ലെവലിൽ മികച്ച നേട്ടങ്ങളാണ് നമ്മുടെ പ്രതിഭകൾ നേടിയെടുത്തിട്ടുള്ളത്. അഭിനയത്തിൻ്റെ രംഗത്തിൽ, അതുപോലെ സ്പോർട്സിൻ്റെ രംഗത്തിൽ, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ നമ്മുടെ 12ഓളം കുട്ടികൾ A ഗ്രേഡ് നേടുകയുണ്ടായി. റവന്യൂ ജില്ലാ തലത്തിലും നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനമാണ്
കാഴ്ചവെച്ചിട്ടുള്ളത്. നാടകം, അറബിക് നാടകത്തിൽ സംസ്ഥാന ജില്ലയിൽ ആദ്യമായി നമ്മുടെ സ്കൂൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി എ ഗ്രേഡ് നേടുകയുണ്ടായി. 95 പോയിൻ്റാണ് നമ്മുടെ സ്കൂൾ നേടിയെടുത്തിട്ടുള്ളത്. നമ്മുടെ സ്കൂളിലെ അറബിക് അധ്യാപകനായ ശ്രീ മുസ്തഫ സാറിൻ്റെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി 10ഓളം കുട്ടികൾ എ ഗ്രേഡ് നേടി. അദ്ദേഹം തന്നെ രചിച്ച്, അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത്, അദ്ദേഹം തന്നെ നയിച്ച ആ നാടകത്തിന് സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടാൻ അവസരമുണ്ടായി. സാറിനെയും കുട്ടികളെയും ഈ ആഘോഷത്തിൻ്റെ ഫലമായി ഞങ്ങൾ ആദരിക്കുകയാണ്. പൗരാവലി, പോങ്ങനാടിൻ്റെ പൗരാവലിയും പൂർവ്വ വിദ്യാർത്ഥികളും ആദരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കാരുണ്യ, അവളൊരു നല്ല നർത്തകിയാണ്. അതുപോലെ തന്നെ അവൾ സ്പോർട്സ് രംഗത്തിൽ സ്വിമ്മിങ്ങിൽ 2 വെള്ളി മെഡൽ ഉൾപ്പെടെ ഒരു വെങ്കല മെഡൽ കൂടി നേടിക്കൊണ്ട് അവൾ നമ്മുടെ സ്കൂളിൻ്റെ സ്പോർട്സ് രംഗത്തെ സജീവമാക്കിയിരിക്കുകയാണ്. നമ്മുടെ സ്കൂൾ ഒരുപാട് പരിമിതികളെ നേരിടുന്ന സ്കൂളാണ്. നല്ലൊരു ഗ്രൗണ്ടില്ലാത്ത, അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇനിയും മെച്ചപ്പെടേണ്ട പുതിയ കെട്ടിടങ്ങൾ വരേണ്ടുന്ന അവസ്ഥയിലാണ് നമ്മുടെ സ്കൂൾ നിലനിൽക്കുന്നത്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ വർഷം നമ്മൾ മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അഭിമാനത്തോടെ, എന്ന നിലയിൽ അഭിമാനത്തോടെ പറയാനുള്ള ഒരു കാര്യം, തുടർച്ചയായ വർഷങ്ങളിൽ ഞങ്ങൾ 100% വിജയമാണ് SSLC പരീക്ഷയ്ക്ക് നേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അക്കാദമിക രംഗത്തും അനക്കാദമിക രംഗത്തും മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്കൂള് ഈ നാടിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രക്ഷകർത്താക്കൾ വളരെ താല്പര്യപൂർവ്വമാണ് നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്നത്. ഈ 120ൻ്റെ വർഷത്തിലും 100% വിജയവും മികച്ച A+കൾ, കൂടുതൽ A+കളും നേടിക്കൊണ്ട് നല്ലൊരു വിജയം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ 120ാം വർഷത്തിൽ നടക്കുന്ന അതിൻ്റെ ആഘോഷ പൊലിമയിലേക്ക് എല്ലാ സുമനസ്സുകളായ നാട്ടുകാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ PTA SMC ഭാരവാഹികളെയും വിദ്യാർത്ഥികളെയും അനധ്യാപക സുഹൃത്തുക്കളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. 120ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ പോങ്ങനാട് സ്കൂളിന് എൻ്റെ എല്ലാവിധ ആശംസകളും. പ്രിയമുള്ളവരെ, നമ്മുടെ പോങ്ങനാട് ഗവൺമെൻറ് ഹൈസ്കൂൾ 120ാമത് വർഷം ആഘോഷിച്ച് കടന്നു പോകുന്ന ഈ അവസരത്തിൽ സ്കൂളിലെ ഒരു അധ്യാപകനാകാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. അതുപോലെ എൻ്റെ പിതാവും ഗുരുവുമായ അബ്ദുൽ അസീസ് സാർ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഇവിടുത്തെ അധ്യാപകനായിരുന്നു. അതിലും ഞാൻ ഏറെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും പൂർവികരെയും ഈ സ്കൂളിന് വേണ്ടി പ്രയത്നിച്ച ഒരുപാട് മഹാന്മാരുണ്ട്, അവരെയും ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയ ഒരുപാട് മിടുക്കരായ വിദ്യാർത്ഥികൾ ഇപ്പോൾ പലയിടങ്ങളിലും ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും എല്ലാ പേരെയും ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ പോങ്ങനാട് സ്കൂളിന് എല്ലാവിധ ഭാവുകങ്ങളും എൻ്റെ സ്നേഹ ആദരവുകളും ആശംസകളും അർപ്പിക്കുന്നു. ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും പിന്നീട് ഇവിടുത്തെ തന്നെ PTA പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിലെ ഈ 2 ഘട്ടങ്ങളും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. 120ാം വാർഷികം ആഘോഷിക്കുന്ന പോങ്ങനാട് സ്കൂളിന് എൻ്റെ എല്ലാവിധ ആശംസകളും. പോങ്ങനാട് സ്കൂളിൻ്റെ 120ാം വാർഷികം എന്നുള്ളത് നമ്മുടെ എല്ലാ അഭിമാന നിമിഷമാണ്. ഈ ചരിത്രയാത്രയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വാർഷികാശംസകൾ.